ഷാഫിക്കെതിരെ ഗുരുതരമായ ആരോപണമാണ് ഇന്നലെ പാലക്കാട് ജില്ലാ സെക്രട്ടറി നടത്തിയത്. ആരോപണമല്ല, അത് അധിക്ഷേപം എന്നാണ് ഷാഫിയും കോൺഗ്രസും പറഞ്ഞത്. ഇതാണോ 2026ലേക്കുള്ള CPMന്റെ രാഷ്ട്രീയ ടൂൾ എന്നും ഷാഫി ചോദിച്ചു. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഷാഫിയുമായി താരതമ്യം ചെയ്യാനുള്ള CPMന്റെ ശ്രമമാണ്. രാഹുലിനെതിരെ പരസ്യമായി പരാതിയുമായി വന്ന യുവതികളുണ്ട്. നമ്മൾ കേട്ട രാഹുൽ ഇതുവരെ നിഷേധിക്കാത്ത ഓഡിയോ ക്ലിപ്പുകളുണ്ട്. പക്ഷേ ഷാഫിക്കെതിരെയോ ഒന്നുമില്ല. എന്ത് തെളിവ് കയ്യിലുണ്ടായിട്ടാണ് EN സുരേഷ് ബാബു ആരോപണം ഉന്നയിക്കുന്നത്? ഈ രാഹുൽ മാങ്കൂട്ടം ചെയ്തത് ഒരു തരത്തിലും ഞാൻ അംഗീകരിക്കില്ല. അയാളെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയത് ശക്തമായ നടപടി ഇനിയും വേണം. താൻ രാജിവെക്കണമെന്ന് പറയാൻ ഏതെങ്കിലും തരത്തിൽ ഷാഫി പറമ്പിൽ തയ്യാറാവില്ല. കാരണം എന്താ, കൂട്ടുകച്ചവട ഈ കാര്യത്തിൽ നേരിട്ട് ചോദിക്കണമെന്നാണ് പറയുന്നത് ചില ആളുകളെ കാണുമ്പോൾ. ഞാൻ അതൊന്നും ഇപ്പൊ ഇവിടെ പറയുന്നില്ല. നേരിട്ടൊരു നല്ല ആരെങ്കിലും ഒന്ന് നന്നായി കണ്ടാൽ എന്നാ പിന്നെ ബാംഗ്ലൂർ ട്രിപ്പ് അടിക്കുക എന്നാണ് ചോദിക്കുന്നത്. ആര്? ഹെഡ്മാഷ് തന്നെ. അല്ല, ഹെഡ്മാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞോ, ഹെഡ്മാഷ് തന്നെ അത് തന്നെ ചെയ്യാണ്. അപ്പൊ പിന്നെ രാഹുലിനെതിരെ എന്തെങ്കിലും ഉണ്ടോ? ഹെഡ്മാഷിന്റെയും മുകളിലുള്ള അധ്യാപകരാണ് ബാക്കിയുള്ളവര്. അതുകൊണ്ടാണ് ഇയാൾക്കെതിരെ അക്ഷരമിണ്ടാത്തത്. കോൺഗ്രസ് സ്വാഭാവികമായും പ്രതിരോധിച്ചു. പക്ഷേ CPM ഈ ആരോപണം ഏറ്റുപിടിച്ചില്ല. പാലക്കാട് ജില്ലയിലെ മുതിർന്ന നേതാക്കൾ ആരും ഇതിൽ ഒന്നും പറഞ്ഞില്ല. AK ബാലനുണ്ട്, NN കൃഷ്ണദാസ് ഉണ്ട്, MP രാജേഷ് ഉണ്ട്. ആർക്കും ഈ ആരോപണം അറിയില്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറയില്ല. സെക്രട്ടറി അങ്ങനെ ഒരു പരാമർശം നടത്തി സെക്രട്ടറിയുടെ അതേ അഭിപ്രായം തന്നെയാണ്. ഈ കോൺഗ്രസ് പാർട്ടിയുടെ രാഷ്ട്രീയ ജീർണത പരിഹരിക്കാൻ കോൺഗ്രസ് പാർട്ടി നേതൃത്വം ശ്രമിക്കണം, മുതിർന്ന നേതൃത്വം ശ്രമിക്കണം. അതാണ് പ്രശ്നം. CPMന് ആകെ തലവേദനയായി. കേരളത്തിൽ യുവാക്കൾക്കിടയിൽ നല്ല ഫാൻ ബേസ് ഉള്ള ഷാഫിക്കെതിരെ എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ CPM മിണ്ടാതിരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇന്ന് ആരോപണത്തിൽ നിന്ന് പക്ഷെ പിന്നോട്ട് പോയിട്ടില്ല കേട്ടോ ജില്ലാ സെക്രട്ടറി. ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞതാണ് കാര്യങ്ങൾ മുഴുവൻ. എനിക്കിന്ന് പുതിയതായിട്ടൊരു കാര്യം പറയാനില്ല. ഇന്നലെ പറഞ്ഞതിൽ നിന്ന് മാറ്റി പറയാനുമില്ല. ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ അതേപോലെ നിലനിൽക്കുന്നുണ്ട്. ഇനി കോൺഗ്രസ്സുകാർക്ക് പരാതി കൊടുക്കുകയോ നിയമപരമായി മുന്നോട്ട് പോവുകയോ ഒക്കെ ചെയ്യാം. പക്ഷെ എനിക്കൊന്നേ പറയാനുള്ളൂ, അനാവശ്യമായി കോലിട്ടിളക്കാൻ വന്നാൽ ഇതിന്റെ പ്രത്യാഘാതം അനുഭവിക്കുന്നത് ആരായിരിക്കും നിങ്ങൾക്ക് മനസ്സിലായിക്കോ. അത്രേ എനിക്ക് പറയാനുള്ളൂ. KJ ഷൈനെതിരെ നടന്ന സൈബർ അധിക്ഷേപത്തിൽ മിന്നൽ വേഗത്തിൽ കൈയടിച്ചവരാണ് കേരളത്തിലെ ജനങ്ങൾ. ഷൈന് ഒരു നീതിയും ഷാഫിക്ക് മറ്റൊന്നും എന്നത് ശരിയാണോ? ഒരു നേതാവിനെതിരെ എന്തും പറയാമെന്നാണോ? രാഹുലിനെതിരെയുള്ള അഡ്വാൻറ്റേജ് കളഞ്ഞു കുളിക്കുന്നതല്ലേ ജില്ലാ സെക്രട്ടറിയുടെ ഈ വാവിട്ട വാക്കുകൾ?